അതിശക്തമായ മഴ പെയ്ത ദിവസമായിരുന്നു ഇന്ന്. രാവിലെ ഒരു 8 മണിയോടുകൂടി മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പോഴും ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പം ശമനമുണ്ടെങ്കിലും മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴും ഇല്ല. രാവിലെ തന്നെ കണ്ണൂർ ഈ പയ്യാമ്പലം ഭാഗങ്ങളിൽ അതിശക്തമായ തിരമാലകളും മറ്റും ഉണ്ടായി. അവിടെ നിന്ന് ആൾക്കാരെ മുഴുവൻ ഒഴിപ്പിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഒരു 9 മണിയോടുകൂടി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് പഴയ കെട്ടിടം ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിൻ്റെ മേൽക്കൂര ഉൾപ്പെടെ ഇടിഞ്ഞു വീണു. 2 ഭിത്തികൾ പൂർണ്ണമായും തകർന്ന് അതിൻ്റെ കല്ലും മറ്റ് അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഈ റോഡിൽ പതിക്കുകയും ചെയ്തു. ആദ്യത്തെ ഒരു ആശങ്ക ഇതിലൂടെ പോകുന്ന ആരെങ്കിലും അതിനകത്ത് പെട്ടുപോയിട്ടുണ്ടോ എന്നതായിരുന്നു. പിന്നീട് JCB ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും മറ്റും കൊണ്ടുവന്ന് വലിയ രീതിയിൽ ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും എല്ലാം ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. ഏറ്റവും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഈ മണ്ണും മറ്റും നീക്കം ചെയ്യുകയും ചെയ്തു. അതിനിടയിൽ ആരും ഉണ്ടാവുകയോ അത്തരം ആളപായമോ അതുമായി ബന്ധപ്പെട്ട പരിക്കുകളോ ഒന്നും തന്നെ ഉണ്ടായില്ല. ഈ സർവീസ് സെൻറ്റർ നടത്തുന്ന ഒരു ഭാഗമാണ് ഇത്, വാഹനങ്ങളുടെ അതിൻ്റെ ഭാഗമാണ് ഈ ഭാഗമാണ് ഇടിഞ്ഞു വീണത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായത് കണ്ണൂർ നഗരത്തിലെ താഴ്ന്ന ഭാഗങ്ങളിലാണ്. വെല്ലാട് റോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ കടകളിലും മറ്റും വെള്ളം കയറി, ഓടകൾ നിറഞ്ഞു കവിഞ്ഞു. കടകളിലേക്ക് വെള്ളം തടയുന്നതിന് വേണ്ടി ചാക്കും ബോർഡുകളും ഒക്കെ വെച്ച് തള്ളിപ്പിടിച്ച് നിൽക്കുന്ന സാഹചര്യം വരെ അല്ലെങ്കിൽ നിൽക്കുന്ന കാഴ്ച വരെ നമുക്ക് കാണാനിടയായി. അത്രമാത്രം വെള്ളക്കെട്ട് ഈ വെല്ലാട് റോഡ് പരിസരങ്ങളിൽ രാവിലത്തെ ഒരു മഴയിൽ തന്നെ ഉണ്ടായി. ജില്ലയുടെ മലയോര മേഖലകളിലുമെല്ലാം തന്നെ മഴ ശക്തമായി പെയ്യുന്നുണ്ട്. തീരദേശ മേഖലകളിലുമെല്ലാം തന്നെ മഴ അതിശക്തമായി പെയ്തു തുടങ്ങിയിട്ടുണ്ട്.